മൈ ട്രാവൽ മൈ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. 100 വർഷത്തെ അപ്പക്കടയുടെ രുചിയോളം എന്ന പാലക്കാടിലെ നൂറണിയിൽ നിന്ന് മുക്കായി നിലമ്പതി പാലം വഴി നമ്മൾ യാത്ര തുടരുകയാണ്. പാലക്കാടിൽ എവിടെ നോക്കിയാലും മനസ്സിലേക്ക് നിറഞ്ഞിറങ്ങുന്ന മലനിരകളുടെ സൗന്ദര്യമാണ്. എത്ര കണ്ടാലും മതിവരാത്ത മേഘങ്ങളും മലകളും. പാലക്കാടൻ യാത്രയിലെ രണ്ടാമത്തെ ദിവസം ഏകദേശം രാവിലെ 10:30-ക്കാണ് നമ്മൾ കൃഷ്ണൻ നായർ ടീ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. അടുത്ത ലക്ഷ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനായ മലമ്പുഴയിലെ നേക് ചന്ദ് റോക്ക് ഗാർഡനായിരുന്നു. ഏകദേശം 11 കിലോമീറ്ററാണ് കൃഷ്ണൻ നായർ ടീ ഷോപ്പിൽ നിന്ന് റോക്ക് ഗാർഡനിലേക്കുള്ളത്. യാത്ര എന്ന് പറയുമ്പോൾ പലരും ലക്ഷ്യസ്ഥാനം മാത്രം കാണാനും വഴിയരികിലെ കാഴ്ചകൾ ശ്രദ്ധിക്കാനും വിട്ടുപോകും. പലപ്പോഴും നമ്മൾ ലക്ഷ്യം കാണുന്ന കാഴ്ചകളേക്കാൾ മനോഹരമായിരിക്കും വഴിയിലെ കാഴ്ചകൾ. അതുകൊണ്ട് കണ്ണുകൾ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുക. ഏതാണ് ഹൃദയം നിറയ്ക്കുക എന്ന് പറയാനാവില്ല. 10:30-ക്ക് തിരിച്ച് നമ്മൾ റോക്ക് ഗാർഡനിൽ എത്തിയപ്പോഴേക്കും സമയം 12:15 അടുത്തിരുന്നു. ഒരു 11 മണിക്ക് മുമ്പ് എത്തേണ്ടതായിരുന്നു. ഇടയ്ക്ക് കവ എന്ന സ്ഥലത്തോട്ട് പോയി. വെള്ളം അവിടെ കുറവായിരുന്നതിനാൽ വഴിയരികിലെ കാഴ്ചകൾ ഒഴിച്ച് നമുക്ക് അത് ആസ്വാദികരമായിരുന്നില്ല. വരുന്ന വഴിയിൽ സഫാരി പാർക്ക് ഹോഴ്സ് റൈഡിംഗ് എന്നൊരെണ്ണം കണ്ടിരുന്നു. പുറമേ നിന്ന് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയെങ്കിലും കയറിയില്ല. കാരണം പ്ലാൻ മാറിയാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലവും സമയവും കടന്നു പോകുന്നുള്ളതുകൊണ്ട്. നേരെ റോക്ക് ഗാർഡനിലേക്ക്. റോക്ക് ഗാർഡന് മുന്നിൽ റോക്ക് ആൻഡ് കൂൾ എന്നൊരു കടയുണ്ട്. എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഈ കട മാത്രമേ ഉള്ളൂ ആശ്രയം. റോക്ക് ആൻഡ് കൂൾ എന്നാണ് പേരെങ്കിലും കൂൾ എന്ന പേര് ബോർഡിൽ മാത്രമേ ഉള്ളൂ. പെരുമാറ്റത്തിൽ കണ്ടില്ല. റോക്ക് ഗാർഡനിൽ കയറും മുമ്പേ ആദ്യം ഇവിടെയാണ് കയറിയത്. വെറും നാരങ്ങ വെള്ളമാണോ നാരങ്ങ സർബത്താണോ വില എത്രയാണെന്നൊക്കെ ഭാര്യ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. മൈൻഡ് ചെയ്യാതെ അവരുടെ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തിരക്ക് കൊണ്ടാണെന്നെങ്കിലും കരുതാമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുന്ന തിരക്കായതിനാൽ ഇതൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൻ്റെ സംസാരം ഉണ്ടായേനെ. കുടിക്കും മുമ്പാണ് ചോദിച്ചത് അറിയാൻ വേണ്ടി. പിന്നെ കയ്യിൽ കിട്ടിയപ്പോഴാണ് സർബത്തെന്ന് മനസ്സിലായത്. ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നല്ലതല്ലാത്ത ഈ പെരുമാറ്റം. അല്ലാതെ പാലക്കാടെല്ലാം നല്ല പെരുമാറ്റം നിറഞ്ഞ ആളുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്ത് നല്ല മനുഷ്യർ. ഊണൊക്കെ കിട്ടുമെന്നാണ് കടയിലെ ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും കണ്ടില്ല. പുറത്ത് കസേരകൾ ഇട്ടിട്ടുണ്ട്. റോക്ക് ഗാർഡനിൽ കയറി തിരിച്ചു വന്ന സമയം ഒരാൾ കയ്യിൽ വെച്ചിരുന്ന് കഴിക്കുന്നത് കണ്ടു. ആ ചൂടത്ത് ആ സമയത്ത് അവിടെ നിന്ന് കഴിച്ച നാരങ്ങ സർബത്ത് നമുക്കൊരു ആശ്വാസമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇവിടെ കയറി. തിരിച്ചു വന്ന സമയം ഞാനാണ് സംസാരിച്ചത്. അപ്പോൾ ചോദിച്ചതിനൊക്കെ മറുപടി തന്നു. ഒരുപക്ഷെ എന്തെങ്കിലും മൂഡ് സ്വിംഗ് കാരണമായിരിക്കാം മുമ്പത്തെ സംസാരം ഉണ്ടായത്. മനുഷ്യരല്ലേ പിള്ളേ. എന്തായാലും എത്ര നല്ല സാധനമായാലും സർവീസ് കസ്റ്റമർക്ക് മുഖ്യം പിക്കിയില്ല, അത് മറക്കരുത്. വീണ്ടും സർബത്ത് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 12 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ഇതിനെപ്പറ്റി മുമ്പേ അറിയാത്തവർ ഇതിൻ്റെ തുടക്കം കാണുമ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് കണ്ടിട്ടിറങ്ങാം എന്ന് കരുതിയാൽ തെറ്റി. ഗാണ്ഡമായിട്ട് അങ്ങ് കിടക്കുകയാണ്. വെയിലുള്ള സമയം ഉച്ചയ്ക്കൊന്നും ചെന്നങ്ങ് കയറി കൊടുക്കരുത്. നമ്മൾ ഉച്ചയ്ക്ക് എന്ന് പെട്ടതുകൊണ്ട് അനുവസ്ഥരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പെട്ടെന്നും തീരില്ല, കുറച്ച് സമയം എടുക്കുമെന്ന്. വെയിൽ രസം കൊല്ലിയായി ഉച്ചയ്ക്ക് മുകളിൽ കത്തി നിന്നപ്പോഴും എല്ലാം സമയമെടുത്ത് നല്ല രീതിയിൽ കണ്ടു തന്നെയാണ് ഇറങ്ങിയത്. എന്തായാലും കയറി, ഇനി കണ്ടിട്ടിറങ്ങാമെന്ന് കരുതി. കാരണം ഇനി എന്ന് എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ വരുമെന്നറിയില്ല.
കല്ലെടുത്ത് ഇട്ടേ മറ്റേ കൂടെ. കൊള്ളാം അല്ലേ? നമ്മൾ വിചാരിച്ചതിനേക്കാളും കൊള്ളാം. ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനാണ് മലമ്പുഴയിലെ നെക്ചന്ദ് റോക്ക് ഗാർഡൻ. വിഖ്യാത ശില്പിയായ നേക്ചന്ദ് സൈനി 1924 ജനനം, 2015 മരണം. വിഭാവനം ചെയ്ത രൂപകൽപ്പന ചെയ്ത ഈ ഉദ്യാനം ക്യാനുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിയ ടൈലുകൾ, വളകൾ, കല്ലുകൾ, ടിന്നുകൾ തുടങ്ങി ഉപേക്ഷിക്കപ്പെട്ട സ്ക്രാപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ച് സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡന്റെ സൃഷ്ടാവ് ഇദ്ദേഹം തന്നെ. ചണ്ഡീഗഡിലെ ഉദ്യാനമായ ചണ്ഡീഗഡ് റോക്ക് ഗാർഡനാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നേക്ചന്ദിന്റെ റോക്ക് ഗാർഡൻ എന്നും അതിനെ വിളിക്കാറുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം തന്റെ ഒഴിവു സമയത്ത് 1957 ഉണ്ടാക്കിയ ഉദ്യാനമാണ് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ. ഇന്ന് അതിന് 40 ഏക്കർ വിസ്താരമുണ്ട്. പൂർണ്ണമായും വ്യവസായങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉപേക്ഷിക്കുന്ന അവശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ് അവിടെയുള്ള ശില്പങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ സൃഷ്ടാവായ പത്മശ്രീ നെക്ചന്ദിന് ലോകം മുഴുവൻ ആരാധകരുണ്ട്. ഒരു പക്ഷേ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാകാം ഇതിലൊക്കെ എന്ത് കാണാതിരിക്കുന്നു. കാരണം ശില്പങ്ങളെല്ലാം അത്ര പൂർണ്ണതയിലല്ല, അത്ര മനോഹാരിതയിലും അല്ല. അത് സാധാരണ ശില്പങ്ങളുമായി താരതമ്യം ചെയ്താൽ അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ നമ്മൾ സാധാരണ ഒരു ഉപയോഗവുമില്ല എന്ന രീതിയിൽ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ എന്ന് കരുതുന്നതിൽ നിന്നാണ് ഇങ്ങനെയുള്ള സൃഷ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഓർക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ അവയൊക്കെ സൂക്ഷിക്കാൻ കഴിയാതെ മാലിന്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രകൃതിക്ക് തന്നെ ഒരു ഭീഷണിയായി നിലകൊള്ളുന്ന ഇക്കാലത്ത് കലാപരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് അതിനുള്ള ഉപയോഗ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായി ഉള്ളത്.
പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പാലക്കാടിലെ റോക്ക് ഗാർഡൻ പരിപാലിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക കലാരൂപങ്ങളായ കഥകളി, തെയ്യം, കളരിപ്പയറ്റ്, തിരുവാതിരക്കളി എന്നിവയിൽ നിന്ന് എടുത്ത രംഗങ്ങൾ ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ 1996 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ഇത് ഇന്ത്യയിലെ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളിൽ ഒന്നായി തുടരുന്നു.